പള്ളുരുത്തിയിൽ ഞങ്ങൾക്ക് രാവിലെ വന്ന് നിങ്ങളെ കാണുവാനും വിവിധങ്ങളായ പ്രതിസന്ധിയിലൂടെ നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, ലോകം കടന്നു പോകുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അധാർമിക പ്രവർത്തികൾക്കും പാപപ്രവർത്തികൾക്കെല്ലാം മനുഷ്യൻ വശംവദരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വിടിവിക്കുവാൻ കഴിവുള്ള ഒരു നാമത്തെക്കുറിച്ച് നിങ്ങളുമായി ഏതാനും മിനിറ്റുകൾ ഈ പള്ളുരുത്തിയിൽ, എറണാകുളത്തുള്ള ഈ പള്ളുരുത്തിയിൽ ഞങ്ങൾക്ക് വന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ അയച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്. നമ്മുടെ കേടുപാടുകളെ നീക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നമ്മുടെ പാപത്തിൽ നിന്ന് വിടിവിക്കുവാൻ, ശാപക്കെട്ടിൽ നിന്ന് വിടിവിക്കുവാൻ അതേ കഴിവുള്ളൊരു ദൈവമുണ്ട്. പല ആളുകളും ഡിസംബർ 31 തീയതി ആകുമ്പോൾ പറയും, കുഞ്ഞുങ്ങളെയൊക്കെ അടിച്ചു നിർത്തി അവരുടെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് പറയും, ഇനി ഞാൻ മദ്യപിക്കത്തില്ല, ഞാൻ ഇത് കലഹക്കാരനായിട്ട് മുന്നോട്ട് പോകത്തില്ല. എന്നാൽ പിന്നീട് അവസരം കിട്ടുമ്പോൾ അവന്റെ ഉള്ളിൽ പാപമുള്ളത് കൊണ്ട് പിന്നെയും അവൻ പാപപ്രവൃത്തിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്നേഹിതരെ, പാപത്തിൽ വീണ മനുഷ്യനെ അത് ഈ ലോകത്ത് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒന്നിനും സഹായിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കറിയാം, പല ആളുകളെ, മദ്യപാനികളെ ഒക്കെയും റീഹാബിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് തലത്തിലും മറ്റ് പ്രൈവറ്റ് മേഖലകളിലും ഒട്ടനവധി മെഡിസിൻ എല്ലാം കൊടുത്ത് ആളുകളെ രൂപാന്തരത്തിലേക്ക് നയിക്കാറുണ്ട്. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ പിന്നെയും അവരുടെ പഴയ സ്വഭാവങ്ങളിലേക്ക് വന്ന് ഈ ലഹരിക്കെല്ലാം അടിമകളായി പിന്നെയും തീരുന്നത് കണ്ടിട്ടുണ്ട്. സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നവരായിട്ട് തീരുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം വിടിവിക്കാൻ കഴിവുള്ള, മനുഷ്യനെ അപ്പാടെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ഒന്നാണ് യേശുവിന്റെ സുവിശേഷം. വചനം പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പൊ പഴയ പാപജീവിതം, മനുഷ്യൻ അതേ പാപിയായിട്ട് മനുഷ്യൻ ജനിക്കുന്നു. വചനം പറയുന്നു, ഏക മനുഷ്യന് പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു. അപ്പോൾ ഏക മനുഷ്യനായിരിക്കുന്ന ആദം, ഹവ്വ അവര് ദൈവത്തിന്റെ വചനം നിരസിച്ചപ്പോൾ, ഏറ്റെടുക്കാതെ വന്നപ്പോൾ അവരിൽ പാപം കുടികൊണ്ടു, അവരിൽ മരണം കുടികൊണ്ടു. അവരുടെ തലമുറ മുഴുവനും പാപത്തിന് അധീനരായി തീർന്നു. ആ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഈ ലോകത്ത് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒന്നും സാധിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പൊ ഈ മദ്യപാനം കൊണ്ട് നമ്മുടെ കേരളം ഇതുപോലെ തകർന്ന് പല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നോക്കിയിരിക്കുന്ന മാതാപിതാക്കളെ, കണ്ണുനീരൊഴുക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോക്കിയിരിക്കുകയാണ്. പലപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ ജോലി ചെയ്തവരൊക്കെയും അവർക്ക് കിട്ടുന്ന പൈസ എല്ലാം കൊണ്ട് കൊടുത്ത് അവരെന്ത് ചെയ്തു, മദ്യപിച്ച ശേഷം വീട്ടിൽ പോലും എത്താതെ, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാതെ ആ കുടുംബങ്ങളെല്ലാം തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം നമുക്ക് വിടുതൽ തരുവാൻ ജീവനുള്ള ദൈവത്തിന്റെ അടുക്കിലേക്ക്, സൃഷ്ടാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ മടങ്ങി വരയണം. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു നമുക്ക് പകരമായി മരിച്ചത്. നമുക്കെല്ലാം അറിയാം, ലോകം മുഴുവനുള്ള ആളുകൾ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കർത്താവിന്റെ പീഡാനുഭവങ്ങൾ, കർത്താവിന്റെ ക്രൂശുമരണം എല്ലാം ആഘോഷിച്ചു വരികയായിരുന്നല്ലോ. ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു ലോകം മുഴുവൻ കൊണ്ടാടി. അത് നല്ല വെള്ളിയാഴ്ചയാണ്. കാരണം എന്താണ്? ആർക്കും രക്ഷിക്കാൻ സാധിക്കാത്ത, ഈ പാപത്തിൽ നിന്ന് വിടിവിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ദൈവപുത്രൻ നമുക്ക് പകരക്കാരനായി മരിച്ച്, പാപമില്ലാത്തവൻ പാപിയായ എനിക്കും താങ്കൾക്കും പകരമായി മരിക്കാനിടയായി തീർന്നു. ആ യേശുവിൽ രക്തത്താൽ നമുക്ക് വിടുതലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളും നിങ്ങളെ പോലെയൊക്കെ ജീവിച്ചവരാ, ഈ ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് തകർത്ത് നടന്നവരാ. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, മദ്യപാനത്തിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ആയിരിക്കുന്ന നിങ്ങളെ ആർഭാടങ്ങളിലെല്ലാം മുഴുകി സമൂഹത്തിന് തിന്മകൾ ചെയ്ത് വീട്ടുകാർക്കും മറ്റുള്ളവർക്കെല്ലാം വേദനയായിട്ട് ജീവിച്ചവരാ. എന്നാൽ ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഈ പള്ളുരുത്തിയിലും പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അലട്ടുന്ന ശാപം എന്തുമാകട്ടെ, വേദന എന്തുമാകട്ടെ, അതിൽ നിന്ന് വിടിവിക്കാൻ യേശുവിന് സാധിക്കും. ഞങ്ങളിപ്പോൾ കുറച്ചു മുമ്പ് യാത്ര ചെയ്ത് കടന്നു വന്നപ്പോൾ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് അനേക ആളുകളെ ഞങ്ങൾ കണ്ടു. അതിനുശേഷം ഞങ്ങൾ ലേശൂർ ആശുപത്രി അടുക്കൽ കടന്നു വന്നപ്പോൾ അനേക തകർന്നിരിക്കുന്ന വ്യക്തികളെ കണ്ടു. കുണ്ടന്നൂർ പാലത്തിന്റെ അടുക്കൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അനേക വ്യക്തികൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ വിലപിക്കുന്ന അനേക വ്യക്തികളെ കണ്ടു. അവര് പോകാത്ത സ്ഥലങ്ങളില്ല. നേർച്ച കാഴ്ചകൾ അർപ്പിച്ചു, ഒട്ടനവധി ദാനധർമ്മങ്ങൾ ചെയ്തു നോക്കി, പുണ്യപ്രവർത്തികൾ ചെയ്തു നോക്കി. പക്ഷെ അവരുടെ പാപവും ശാപവും മരണഭീതിയും മാറുന്നില്ല. ഒരു ചേച്ചിയായിട്ട് സംസാരിച്ച പറഞ്ഞത്, അതെ, മരണഭീതി വന്നു കയറിയേക്കുകയാണ്. സർവത്ര
ഭയമാണ്. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ നിങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എത്ര വലിയ കഠിനമേറിയ വിഷയങ്ങളെങ്കിലും കണ്ണുനീരെങ്കിലും നിങ്ങളെ വിടിവിക്കാൻ കഴിവുള്ള നാമമാണ് യേശുവിന്റെ നാമം. ആ യേശു കൈകളിലും കാലുകളിലും അണിയടിയേറ്റു, തലയിൽ മുൾക്കിരീടം വെക്കപ്പെട്ടു, അത് തന്റെ ആയിരിക്കുന്ന വിലാപിൽ കുന്തം കൊണ്ട് കുത്തേറ്റു. എന്തിനു വേണ്ടിയിട്ട്? ഞാനും നീയും മരിക്കേണ്ട സ്ഥാനത്ത് യേശു കർത്താവ് മരിക്കുകയാണ്. ഇന്ന് പകല യേശുവിനായി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുത്താൽ നിങ്ങളുടെ ജീവിതം മാറും. ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് മാറിയത്. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ യേശു മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. പോകുമ്പോൾ പറഞ്ഞു താൻ പോയതുപോലെ വീണ്ടും വരും. ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ നിങ്ങൾക്കും യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാം, നിങ്ങൾക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഞങ്ങൾ ദേശത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പുളക്കർത്താന്റെ ദാസി മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടോ? നിങ്ങൾക്ക് മുന്നോട്ട് കയറി വരാം. ഈ പള്ളുരുത്തിരിയുള്ള ബിസിനസ് നടത്തുന്നവരെ, ഇതങ്ങളെ ജോലി ചെയ്യുന്ന നിങ്ങളെല്ലാം ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തുടർന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്രിസ്തുയേശുവിൽ കൂടെയുള്ള അതിയായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദേശത്ത് കടന്നു വരുവാൻ യേശു കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുള്ളതിനായി നന്ദി പറയുന്നു. ഇവിടെ വചനം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ച പ്രിയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അലട്ടുന്ന, ഭാരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന എന്ത് തന്നെ വിഷയങ്ങളായാലും വചനത്തിന്റെ ശക്തി അയച്ച് അവരെ വിടിവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അവരെ ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു.